അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ് സെക്രട്ടറി കാരോലിൻ ലിവിറ്റിന്റെ കുഞ്ഞു ജനിച്ച വാർത്തയോട് രൂക്ഷമായി പ്രതികരിച്ച് അർമാനയിലെ ഇറാൻ എംബസി രംഗത്തെത്തി. പെൺകുഞ്ഞു ജനിച്ച വിവരം സമൂഹമാധ്യമമായ എക്സിലൂടെ പങ്കുവച്ച ലിവിറ്റിന്റെ ആശംസകൾ നേർന്നതോടൊപ്പം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറാനിലെ ബിനാബിലുള്ള സ്കൂളിന് നേരെ അമേരിക്ക നടത്തിയ മാരക മിസൈൽ ആക്രമണത്തെ എംബസി ഓർമ്മിപ്പിച്ചു. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരും സ്നേഹിക്കപ്പെടേണ്ടവരുമാണ്. മിലാബിലെ സ്കൂളിൽ വെച്ച് നിങ്ങളുടെ ബോസ് കൊലപ്പെടുത്തിയ ആ 168 കുഞ്ഞുങ്ങളും ഇതേപോലെ കുഞ്ഞുങ്ങളായിരുന്നു. അതിനെ നിങ്ങൾ ന്യായീകരിക്കുകയും ചെയ്തു. നിങ്ങളുടെ കുഞ്ഞിനെ ചുംബിക്കുമ്പോൾ ആ മക്കളുടെ അമ്മമാരെ കുറിച്ച് കൂടി ചിന്തിക്കൂ എന്ന് ഔദ്യോഗിക എക്സ് പേജിൽ പങ്കുവച്ച കുറിപ്പിൽ എംബസി പറഞ്ഞു. 2026 ഫെബ്രുവരി 28 ഇറാനിലെ മിനാബിലുള്ള ഷെജേറ തൊയ്യിബ എലിമെന്ററി സ്കൂളിന് നേരെ അമേരിക്ക നടത്തിയ ടോമഹോക്ക് മിസൈൽ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിന്റെ ആദ്യ ദിനത്തിലാണ് ലോകത്തെ നടുക്കി ഈ ദുരന്തം സംഭവിച്ചത്. 7 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മിസൈൽ പതിച്ചത്. ഈ ആക്രമണത്തിൽ 100-ലധികം കുട്ടികൾ ഉൾപ്പെടെ 168ഓളം പേർ കൊല്ലപ്പെട്ടതാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിക്കുകയും ഇത് ഇറാൻ തന്നെ ചെയ്തതാകാമെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മിസൈൽ അവശിഷ്ടങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും പരിശോധിച്ച വിദഗ്ധർ അമേരിക്കയുടെ വാദം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഐക്യരാഷ്ട്രസഭയും ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഈ സംഭവത്തിൽ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്.